നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ബന്ധു നിയമനത്തിൽ ഇ പി ജയരാജനെതിരെ വിജിലൻസ് എഫ്ഐആർ. പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർ രണ്ടാം പ്രതി. ജയരാജൻ നിയമം അട്ടിമറിച്ചുവെന്ന് വിജിലൻസ്. അർഹരെ തഴയാൻ ഗൂഢാലോചന നടത്തി. വകുപ്പ് സെക്രട്ടറിയും പ്രതി. VS അച്ചടക്ക ലംഘനം നടത്തിയെന്ന റിപ്പോർട്ടിന്മേൽ നടപടി തീരുമാനം മറ്റന്നാൾ. CPM CC തലസ്ഥാനത്ത് തുടരുന്നു. ഇ പി ജയരാജൻ വിഷയം അജണ്ടയിലില്ല. പാർട്ടിയിൽ സ്ഥാനമോഹികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് സംഘടനാ രേഖ. നോട്ട് നിരോധനത്തിനെതിരെ ദേശീയവ്യാപക പ്രക്ഷോഭവുമായി കോൺഗ്രസ്. പ്ലാസ്റ്റിക് നോട്ട് അച്ചടിയിൽ വൻ അഴിമതിയെന്ന് ഉമ്മൻചാണ്ടി. BJP ദേശീയ നിർവാഹക സമിതി യോഗം ദില്ലിയിൽ. നടനേതിഹാസം ഓം പുരിക്ക് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ അന്ത്യാദരം. സംസ്കാരം നാളെ. ഓർമ്മയായത് മണ്ണിൽ കാൽ ഉറപ്പിച്ച കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ അതുല്യ നടൻ. ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനി വിരാട് കോഹ്ലി നായകൻ. പുതിയ ക്യാപ്റ്റനായി കോഹ്ലിയെ നിയമിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന T20 മത്സരങ്ങളിൽ കോഹ്ലി നയിക്കും. യുവരാജ് ടീമിൽ തിരിച്ചെത്തി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ബന്ധു നിയമന വിവാദത്തിൽ ഇ പി ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. പി കെ ശ്രീമതിയുടെ മകൻ PK സുധീർ രണ്ടാം പ്രതിയും വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി മൂന്നാം പ്രതിയുമാണ്. അടുത്ത ബന്ധു PK സുധീറിനെ KSI MD ആക്കാൻ ഇ പി ജയരാജൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന് വിജിലൻസ് FIR-ൽ പറയുന്നു. ഭാര്യ സഹോദരി പുത്രനും PK ശ്രീമതി MPയുടെ മകനുമായ PK സുധീറിനെ KSI MD ആക്കി നിയമിച്ചതിനെതിരെയാണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇ പി ജയരാജനെ ഒന്നാം പ്രതിയാക്കിയും PK സുധീറിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് FIR. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയാണ് മൂന്നാം പ്രതി. അഴിമതി നിരോധന നിയമത്തിലെ 13(1)D 13(2) ഗൂഢാലോചനയ്ക്കുള്ള 120B വകുപ്പും ചേർത്താണ് കേസ്. വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ അടുത്ത ബന്ധു സുധീറിനെ KSI MD ആക്കി നിയമിക്കാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. നിയമനത്തിനായി ഇ പി ജയരാജൻ, PK സുധീർ, പോൾ ആന്റണി എന്നിവർ ഗൂഢാലോചന നടത്തി. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ പോൾ ആന്റണി അധ്യക്ഷനായ ഇന്റർവ്യൂ ബോർഡ് നൽകിയ സെലക്ഷൻ പട്ടിക അട്ടിമറിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തി. മനേഷ് പ്രതാപ് സിംഗ്, B ജ്യോതികുമാർ എന്നിവരെയാണ് റിയാബിന്റെ ഇന്റർവ്യൂ ബോർഡ് KSI MD സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. എന്നാൽ ഇവരുടെ നിയമനത്തെ അട്ടിമറിച്ചു. താൻ കൂടി അധ്യക്ഷനായ ഇന്റർവ്യൂ ബോർഡിന്റെ പട്ടികയെ അട്ടിമറിക്കാൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി കൂട്ടുനിന്നുവെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നു. കേസ് നാളെ വിജിലൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 2 SP ജയകുമാർ FIR-ഉം ത്വരിതാന്വേഷണ റിപ്പോർട്ടും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. തുടരന്വേഷണം ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ നടത്തും. നേരത്തെ അന്വേഷണം വൈകുന്നതിൽ വിജിലൻസ് കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് ഇ പി ജയരാജന് വ്യവസായ വകുപ്പ് മന്ത്രിസ്ഥാനം നഷ്ടമായത്. അരുൺ രാജിനൊപ്പം രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, MV ജയരാജനെയും ശ്രീ VD സതീഷിനെയും ടെലിഫോൺ ലൈനിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ PM സുരേഷ് ബാബു, ഇ പി ജയരാജൻ ഈ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടുന്ന ഘട്ടത്തിൽ അതിനുശേഷം നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് വ്യവസായ വകുപ്പിലെ ചില മാഫിയകളായിരുന്നു തനിക്കെതിരെ നീക്കം നടത്തിയത്. ആ മാഫിയകളുടെ കുൽസിത പ്രവർത്തനത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട എന്ന് കരുതിയാണ് താൻ രാജിവെച്ചത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളോ തൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി എന്നുമായിരുന്നു ജയരാജൻ നിയമസഭയ്ക്കകത്തും പിന്നീട് പുറത്തും അദ്ദേഹം വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം കളവായിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നു. വിജിലൻസിൻ്റെ FIR എന്നത് ഫലത്തിലൊരു കുറ്റപത്രത്തിൻ്റെ സ്വഭാവമുള്ള FIR ആണ്. സാധാരണ FIR-ൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വിവരങ്ങൾ, അതിൻ്റെ വസ്തുതാപരമായ മുഴുവൻ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ FIR-ൽ. എന്തു തരത്തിലുള്ള പ്രത്യാഘാതം ഈ FIR-ഉം ഈ കേസും ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ FIR-നെ കണ്ടിട്ടില്ല. പക്ഷേ വിജിലൻസിൻ്റെ സ്വാഭാവികമായുള്ള FIR-കൾ, വിജിലൻസ് കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ക്വിക്ക് വെരിഫിക്കേഷൻ, അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ സംഭവവികാസമാണ്. അതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി, ആ പ്രിലിമിനറി എൻക്വയറിയിൽ താഴെ തട്ടിൽ നിന്ന് മുകളിൽ ഡയറക്ടർമാർ വരെ കണ്ട് അത് കേസ് എടുക്കേണ്ടുന്നതാണ് എന്ന ഒരു നിഗമനത്തിൽ എത്തിയതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിജിലൻസ് സംവിധാനത്തിൽ FIR-ന്റെ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുക സ്വാഭാവികവുമാണ്. പിന്നെ മാത്രവുമല്ല, മറ്റൊരു കേസ് പോലെയല്ലല്ലോ FIR-ന്റെ ഈ വിജിലൻസ് കേസ് എന്ന് പറയുന്നത്.
അതിനകത്ത് മെൻസറിയ എന്ന് പറയും, ഗിൽറ്റി ഇൻറ്റൻഷൻ, അത് സ്വാഭാവികമായും ഉള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വിജിലൻസിൻ്റെ അകത്ത് പെർവ്യൂവിൽ അത് പെടുന്നുള്ളൂ. ബാക്കിയുള്ള പല കേസുകളും സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുടെയോ അല്ലെങ്കിൽ സമീപനങ്ങളുടെയോ ഭാഗമായി കേസുകൾ ഉണ്ടായിത്തീരുകയാണ്. വിജിലൻസ് കേസ് എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം, മുൻകൂട്ടിയുള്ള ആലോചനയ്ക്ക് ശേഷം കൃത്യമായി ഇരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാകുന്നത് കൊണ്ട് അത്തരം കൃത്യത തന്നെ FIRലും ഉണ്ടാവുക സാധാരണഗതിയിൽ ഉള്ള ഒരു കാര്യമാണ്. പിന്നീട് ശ്രീ ജയരാജൻ അദ്ദേഹം നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് അത് സ്വാഭാവികമായും അതിനെ ഒരു ന്യായീകരിച്ചു കൊണ്ടുവരാനുള്ള വ്യഗ്രത കാണും. അതിൽ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വ്യഗ്രതയിലെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതല്ല എന്ന ഒരു നിഗമനം ഇപ്പോൾ പ്രാഥമികമായെങ്കിലും എത്തപ്പെട്ടിരിക്കുന്നു വിജിലൻസിൽ. ആ വിജിലൻസ് ഇനി കൂടുതൽ പരിശോധനയും സാക്ഷി വിസ്താരങ്ങളും മൊഴികളും അതേപോലെ തന്നെ തൊണ്ടി മുതലുണ്ടെങ്കിൽ അത് സ്വീകരിക്കലും അത് എടുക്കലും ഒക്കെ നടപടിക്രമങ്ങൾ ഇനിയും ധാരാളം ബാക്കിയുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപരാധിത്വവും നിരപരാധിത്വവും നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത, രാജ്യം ആഗ്രഹിക്കാത്ത ഒരു സമീപനമായി പോയി എന്ന് തൽക്കാലം ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ SR ശക്തിധരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ SR ശക്തിധരൻ, സംസ്ഥാന സർക്കാരിൽ അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ രീതിയിൽ ഒരു സ്വജനപക്ഷപാതം, അതൊരു അഴിമതി തന്നെയാണല്ലോ. സ്വജനപക്ഷപാതം എന്നത് സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകരുടെ അഴിമതിയുടെ പട്ടികയിൽ സംശയലേശ്യമന്യേ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരമൊരു നടപടിക്ക് ഒരു മന്ത്രിക്ക് ധൈര്യം വന്നു. അതും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, കേരളത്തിലെ മുതിർന്ന നേതാവാണ്. അത്തരമൊരു മന്ത്രിക്ക്, അത്തരം പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഒരു സ്വജനപക്ഷപാതം, വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിൽ നോക്കൂ, വിജിലൻസിൻ്റെ FIRൽ പറയുന്നത് ഇന്റർവ്യൂ ബോർഡിനെ മറികടന്നു. ഇന്റർവ്യൂ ബോർഡ് പറഞ്ഞ 2 പേരെ ഒഴിവാക്കി, ചട്ടങ്ങൾ തിരുത്തി, മന്ത്രി ഗൂഢാലോചന നടത്തി ഈ ബന്ധുവിനെ അവിടെ നിയമിച്ചു എന്നാണ് വിജിലൻസിൻ്റെ FIRൽ പറയുന്നത്. എങ്ങനെ ഒരു സർക്കാരിൻ്റെ ഭാഗമായ, ഇടതു സർക്കാരിൻ്റെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന നേതാവ് കൂടിയായ മന്ത്രിക്ക് ഇതിന് ധൈര്യം വരുന്നു? ഇത് സർക്കാരിന് ആകപ്പാടെ കളങ്കമുണ്ടാക്കിയില്ലേ? ആ ആരോപണം വന്നപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് സാധാരണ നിലനിൽക്കുന്നതിന് വ്യത്യസ്തമായിട്ട് മന്ത്രി രാജിവെച്ചു. ആ മന്ത്രിയോട് രാജിവെക്കാനായിട്ട് മറ്റേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായി. ഇതൊരു വസ്തുതയാണ്. അതിന് തൊട്ട് 6 മാസം മുമ്പ് ഇരുന്ന ഗവൺമെന്റിലെ മന്ത്രിമാരാരും കാണിക്കാത്ത ഒരു കീഴ്വഴക്കമായിരുന്നു അന്ന് ഇത്തരം ഒരു ആരോപണം വന്നതിന്റെ. പിന്നെ സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നിരവധി സ്വജനപക്ഷപാതം നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആക്ഷേപമായിട്ട് ആരോപണമായിട്ടും വരായിരുന്നുകൊണ്ട് അത് പലതും അതുപോലെ തന്നെ തുടർന്നു. പക്ഷെ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കടന്നിരിക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ മറ്റേ വിജിലൻസിന്റെ FIR അനുസരിച്ച് കേസ് മുന്നോട്ട് പോയി അതിൻ്റെ അകത്തുണ്ടാകുന്ന തെളിവെടുപ്പിന്റെയും മറ്റുമെല്ലാം അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തീരുമാനം എന്തോ അത് അംഗീകരിക്കാനായിട്ട്, അത് ശിരസാവഹിക്കാനായിട്ട് ഒരു തയ്യാറാവണം എന്നുള്ളത് മാത്രമേ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ചേരാത്തത് ചെയ്തു എന്നുള്ള ആക്ഷേപം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക രീതിയിൽ ഒരു മന്ത്രി വളരെ ഈ ഒരു ആരോപണം വന്നതിന്റെ പേരിൽ വേറെ ഒന്നും നോക്കാതെ തന്നെ രാജിവെച്ചു എന്നുള്ളത് മറ്റൊരു മാതൃകയായി നാം കാണേണ്ടതുണ്ട്. ശരി, താങ്കൾ തുടരണം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു, ഈ FIR പരിശോധിക്കുമ്പോഴാണ് അതിലെ EP ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ. ഇന്റർവ്യൂ ബോർഡ് ശുപാർശ ചെയ്ത 2 പേരെ ഒഴിവാക്കിയിട്ടാണ് സുധീറിനെ അവിടേക്ക് നിയമിക്കുന്നത്. റിയാബിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അട്ടിമറിച്ചു. അതിനുവേണ്ടി മന്ത്രി ഗൂഢാലോചന നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസിൻ്റെ ക്ലിയറൻസ് ഇതിനൊന്നും ഉണ്ടായില്ല. ഇവിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനത്തിന് പോലും വിജിലൻസിൻ്റെ ക്ലിയറൻസ് ആവശ്യമാണെന്നിരിക്കെ ഇത്തരം ഒരു പദവിയിലേക്ക് വിജിലൻസിൻ്റെ ക്ലിയറൻസും ഉണ്ടായിരുന്നില്ല. എങ്ങനെ നടക്കും ഇതൊരു സർക്കാരിൽ? മുഖ്യമന്ത്രി ഒന്നും അറിയാതെ ഇതിങ്ങനെ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളിൽ ഈ രീതിയിൽ സ്വന്തമായി ഭരണം നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഈ ഇടതു സർക്കാരിൽ? ഇവിടെ മന്ത്രി ഒരുപക്ഷെ ഇത് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ വിജയകുമാരൻ, നമുക്ക് ഇപ്പോഴത്തെ ആസ് ഓൺ ഡേറ്റ് എടുക്കാം.
കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ FIR വരില്ലായിരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. എന്ന് പറഞ്ഞാൽ ഈ FIR ഇന്നലെ രാത്രി ഉണ്ടാക്കിയ FIR അല്ല. ഈ FIRലെ വസ്തുതകൾ ഇതിനു മുമ്പ് തന്നെ വിജിലൻസിൻ്റെ കയ്യിലുണ്ട്. ക്വിക്ക് വെരിഫിക്കേഷൻ നേരത്തെ കഴിഞ്ഞതാണ്, യഥാർത്ഥത്തിൽ പിന്നെ നീട്ടുകയായിരുന്നു. എന്നിട്ടും ഈ റിപ്പോർട്ട് വരാതിരുന്നതിന് കാരണം മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അത് വിജിലൻസ് കോടതി പൊളിച്ചു. വിജിലൻസ് കോടതി അത് പൊളിച്ചു. അവിടെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ധാർമ്മികതയുടെയൊക്കെ പ്രശ്നം പോകുന്നത്. ജയരാജൻ രാജിവെച്ചതും അതുമായി ബന്ധപ്പെട്ട് അന്ന് 3-4 ദിവസം വൈകിയതും നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിട്ടും അവസാനം ജയരാജനെതിരെ QE ഓർഡർ ചെയ്യുന്നത് വരെ അതിന് അദ്ദേഹം മന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയതും ഒക്കെ ആയിട്ടുള്ള തർക്കങ്ങൾ. പക്ഷേ ഇവിടെ വളരെ കൃത്യമായും വിജിലൻസിന് മേൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ജയരാജൻ്റെ FIR ഇത്ര വൈകിയത് എങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രിയോ പാർട്ടിയോ അറിയാതെയല്ല ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നതാണ്. അപ്പോൾ ഇവർക്കറിയാം ഈ ഡാറ്റ എന്തായാലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇല്ലാതിരിക്കില്ല. ജയരാജൻ ചെയ്ത കാര്യം ഇപ്പോൾ നേരത്തെ വിജയകുമാർ പറഞ്ഞ FIRലെ വിവരങ്ങൾ, ആരാണ് റിയാബ് നിയമിച്ചത്, ആരെയാണ് മാറ്റിയത്, ഇതൊക്കെ അറിയാമെങ്കിൽ ആ കേസ് അന്വേഷിക്കട്ടെ, അത് സ്വതന്ത്രമായി പോകട്ടെ എന്ന് മുഖ്യമന്ത്രി കരുതിയിരുന്നുവെങ്കിൽ ഞാൻ ശക്തിധരൻ പറഞ്ഞ ധാർമ്മികതയ്ക്ക് വില കൊടുക്കുമായിരുന്നു. ഇപ്പം അതില്ല. ആ ധാർമ്മികത ഉണ്ടായത് കൊണ്ടല്ല രാജിവെച്ചത്. പിന്നെ രാജിവെക്കുമ്പോൾ പറഞ്ഞ കാരണങ്ങൾ നമുക്കിപ്പോൾ ഒരു പ്രതിക്ക് എന്തും പറയാം, ഒരു പ്രതിയാകുന്ന ഒരാൾക്ക് പറയാം. പക്ഷേ ഈ ജയരാജൻ്റെ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നം ഇത് മാത്രമല്ല. ജയരാജന് ഇതിനു മുമ്പും പല വിഷയങ്ങളിൽ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ആളാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ രൂപ അടക്കം 2 കോടി അടക്കം. അങ്ങനെ ഒരാൾ മന്ത്രിയായി ഇത് വന്നു, അദ്ദേഹം ശിക്ഷിക്കപ്പെടും എന്നുറപ്പ് വന്നിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികത, അപ്പോൾ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇത് വൈകിച്ചത് ആരാണ്, എന്തുകൊണ്ടാണ് കോടതി ഇടപെടേണ്ടി വന്നത് എന്നത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് ജയരാജൻ ഒറ്റയ്ക്ക് വന്നൊരു മിസ്റ്റേക്കാണ് എന്ന് കരുതാൻ പറ്റില്ല. അതാണ് എൻ്റെ വാദം. ശ്രീ SR ശക്തിധരൻ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2 ദിവസമായതേ ഉള്ളൂ വിജിലൻസ് കോടതി വിജിലൻസ് ഡയറക്ടറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. ഗവൺമെൻറ്റിനെതിരായ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കെതിരായ കേസുകളിൽ എന്തുകൊണ്ടാണ് വിജിലൻസ് കാലതാമസം വരുത്തുന്നത്? അതിൽ വിജിലൻസിനോട് പ്രത്യേകം എടുത്തു പറഞ്ഞത് EP ജയരാജൻ്റെ കേസും അതുപോലെ ഇപ്പോൾ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയായ മേഴ്സിക്കുട്ടി അമ്മയുടെ കേസുമാണ്. ഒപ്പം ശ്രീലേഖയുടെ കേസും കോടതി ചോദിച്ചു. സർക്കാരുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകളിൽ എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്ന് വിജിലൻസ് ചോദിച്ചതിന് 2 ദിവസം ശേഷം നാളെ കേസ് പരിഗണിക്കുന്നു. ഇന്ന് FIRഉം QA റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് നിയമപരമായി ഒരു സമ്മർദ്ദം, ഒരു കോടതിയുടെ ഭാഗത്തുനിന്നും ആ നിലയിൽ ഒരു സമ്മർദ്ദം ഉണ്ടായപ്പോൾ വിജിലൻസ് ആക്ട് ചെയ്തു തുടങ്ങി, അതല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു എന്ന നിലയിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലേ? ഈ കേരള സംസ്ഥാനത്ത് ഈ വിജിലൻസ് ആദ്യമായിട്ടുണ്ടായൊരു പൊട്ടിമുളച്ച ഒരു സാധനമൊന്നും അല്ലല്ലോ. ഇവിടെ എത്ര വിജിലൻസ് കേസുണ്ട്, ഏതെല്ലാം കേസുകൾ എത്ര വർഷമായി കിടക്കുന്നുണ്ട്, അന്ന് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട്? ഇതിപ്പോ സജീവമായി വിജിലൻസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കേസുകളൊക്കെ ഇപ്പൊ പെട്ടെന്ന് വന്നത്. അതിന് നമ്മൾ കാണണ്ടേ? അല്ലാതെ വെറുതെ വിജിലൻസ് ഉറങ്ങിയിരിക്കുകയായിരുന്നില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യം അവര് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ മനഃപൂർവ്വമല്ല. ഇതിപ്പോ FIR ഇന്നലെ മറ്റേത് പറഞ്ഞതുകൊണ്ട് മാത്രം കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? അത് വെറുതെ കുറ്റം കാണാൻ വേണ്ടി മാത്രം. ഇവിടെ ഈ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഉൾപ്പെട്ട ഈ മുഖ്യമന്ത്രി എല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെട്ട എത്ര വിജിലൻസ് കേസുണ്ടായിരുന്നു? ആ കേസുകളിലൊക്കെ എത്രയും കാലമായി നടന്നുകൊണ്ടിരിക്കുക. വല്ല നടപടി ഉണ്ടാകുന്നുണ്ടോ? വല്ല തീരുമാനവും വരുന്നുണ്ടോ? അപ്പൊ ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോ ആ ചെയ്തത് പോരാ എന്നുള്ള വേഗത പോരാ എന്നുള്ള ഒരു കാര്യം മാത്രമല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. അതിന് പരിഹാരം കാണണം. അതിന് യാതൊരു തർക്കവും ഇല്ല. അത് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ആരും ശ്രമിച്ചാൽ. ശ്രീ CR നീലകണ്ഠൻ, അതായത് താങ്കൾ പറയുന്നത് ഇപ്പോൾ കോടതി ഇടപെട്ടിരുന്നില്ലെങ്കിൽ ഈ കേസും മറ്റു പല വിജിലൻസ് കേസുകളെ പോലെ ഫയലിൽ ഉറങ്ങുമായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ SRS പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കോടതിയുടെ ഇടപെടലില്ലെങ്കിൽ ഇവിടെ പല കേസുകളും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള കേസുകളൊന്നും മുമ്പോട്ട് വരാറില്ല. അദ്ദേഹം പറഞ്ഞ് ശരിയാ. 60 കൊല്ലത്തിനിടയിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു ബാലകൃഷ്ണപിള്ള മാത്രം അഴിമതിക്ക്. അതെന്തുകൊണ്ടാണ്? ബാക്കി ആരും ശിക്ഷിക്കപ്പെടാതിരുന്നത്? ഇവിടെ ഒരു അഴിമതി നടന്നിട്ടില്ലേ? UDF ആവട്ടെ LDF ആവട്ടെ, ഞാൻ ഏത് കക്ഷി എന്നുള്ളതല്ല. കേരളത്തിൽ കഴിഞ്ഞ 60 വർഷമായി എത്ര അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര വിജിലൻസ് കേസുകൾ വന്നിട്ടുണ്ട്, എത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്
എത്ര പേർക്കെതിരെ FIR വന്നിട്ടുണ്ട്, നിരവധി ചോദ്യങ്ങളുണ്ട്. രാജിവെച്ച ചില കേസുകളൊക്കെ ഉണ്ട് ഇതിനു മുമ്പും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രശ്നം ഇപ്പോൾ ഇപ്പോഴത്തെ വിജിലൻസിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജേക്കബ് തോമസിനെ നിയമിച്ചതിനെ അംഗീകരിച്ച് അതിനെ അനുമോദിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് ഞാനൊക്കെ. കാരണം ജേക്കബ് തോമസിനെ പോലെ ഒരാൾ അവിടെ ഇരിക്കണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് പോലും വഴിയിൽ മുള്ളിട്ട് കൊടുത്തു കുറച്ച് ദിവസങ്ങൾ, അത് കോടതി വന്ന് മാറ്റേണ്ടി വന്നു എന്നതാണ്. അപ്പം ഞാനിത് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ, ഈ ജേക്കബ് തോമസിനെ നിയമിക്കുന്നതിലുണ്ടായ ഇൻറ്റൻഷൻ അവർക്കെതിരായ ആരോപണം വരുമ്പോഴില്ല എന്നതാണ്. അത് തന്നെയാണ് കോടതി ചോദിച്ചതും. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ ബന്ധു നിയമനത്തെ പറ്റി പറഞ്ഞു, അന്വേഷണം നടക്കുന്നുണ്ട്, നടക്കട്ടെ, അന്വേഷണം വരട്ടെ. അതും ഇത് LDF ആണോ UDF ആണോ എന്നുള്ളതല്ല, സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ, അത് പ്രവർത്തിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വം തടസ്സം നിൽക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ വിജിലൻസ് അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നെങ്കിലും പറയാൻ പ്രതിപക്ഷം തയ്യാറാകുമോ? ഇപ്പോൾ വിജിലൻസിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നത് വിജിലൻസ് കൂട്ടിലടച്ച തത്തയല്ല, കൂട്ടിൽ നിന്നിറങ്ങിയ തത്ത ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കറങ്ങി നടക്കുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതേ കേസിൽ, ഈ ജയരാജൻ്റെ അതേ കേസിൽ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ സംസാരിച്ചത്. ഇപ്പോൾ ആ തത്ത കൂട്ടിൽ നിന്നിറങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കറങ്ങി നടന്നത് വെറുതെ അല്ല, ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കാണാൻ കഴിയില്ലേ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ മന്ത്രിയെ വകുപ്പിൽ നിന്ന് ഒഴിവാക്കുന്നു, നടപടി വരുന്നു, ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുന്നു. കടുത്ത പരാമർശങ്ങളോടെ ഏതെങ്കിലും തരത്തിലുള്ള മയപ്പെടുത്തൽ ആ FIRൽ ഒരിടത്തും, അത് താങ്കൾ പരിശോധിച്ചിട്ടില്ലെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു മയപ്പെടുത്തലിൻ്റെ സൂചന ഒരിടത്ത് പോലുമില്ല. അത്രയും ഗുരുതരമായ പരാമർശങ്ങൾ. വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ സർക്കാരിന് കീഴിൽ കഴിയുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ ഇത്? ശ്രീ CR നീലകണ്ഠൻ അക്കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. കോടതിയുടെ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ FIR, ആ FIRന്റെ വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വിജിലൻസ് FIR സാധാരണഗതിയിൽ ഒരു വണ്ടി തട്ടിയിട്ടുള്ള FIR ഇനി ഈവൻ ഒരു 302 കേസ്, കൊലപാതക കേസ് നടന്നാലുള്ള FIR പോലെയോ അത്ര ലഘുവായിരിക്കില്ല. വിജിലൻസ് FIR എന്ന് പറയുന്നത് സൂക്ഷ്മമായ പഠനത്തിന് ശേഷം മാത്രം സമർപ്പിക്കപ്പെടുന്ന ഒരു FIR ആണ്. പണ്ട് പ്രിലിമിനറി എൻക്വയറി ആണ്, ഇപ്പൊ ക്വിക്ക് വെരിഫിക്കേഷൻ ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഗവൺമെന്റ് പൂർണ്ണമായും സ്വതന്ത്രമായി എല്ലാ കാര്യത്തിലും നടക്കുന്നു, സ്വതന്ത്രമായി വിജിലൻസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അത് ശരിയല്ല. അത് ശരിയല്ലെന്നുള്ളതും അതല്ല യാഥാർത്ഥ്യമെന്നും ശ്രീ CR നീലകണ്ഠൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? ശ്രീ ജയരാജന്റെ പേരിൽ ഒരു ആരോപണം വന്നിരിക്കുന്നു. അത് വന്നിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണെന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഒരു ബന്ധു നിയമനം മാത്രമല്ല, ബന്ധു നിയമനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും വളരെ അധികം പുറത്തുള്ള രാഷ്ട്രീയമായ ഒരു സാഹചര്യം തന്നെയാണ് അതിനുള്ളത്. അവിടെ KSIE ആണ്. ആ സ്ഥാപനത്തിൽ ഒരിക്കൽ പോലും പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളെ മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലേക്ക് വെച്ചിട്ടില്ല. ചെയർമാൻ സ്ഥാനത്തേക്ക് പലപ്പോഴും രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരോ ഉണ്ടാവാറുണ്ട്. പക്ഷെ മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലേക്ക് ഒരിക്കൽ പോലും പ്രൊഫഷണലി ക്വാളിഫൈഡ്, റിയാബിന്റെ പ്രത്യേക നിർദ്ദേശവും നിയന്ത്രണവും സെലക്ഷൻ കമ്മിറ്റി പുതിയ ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒഴിവാക്കിക്കൊണ്ട് പുതുതായി ബന്ധുവിനെ നിയമിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഉന്നയിച്ചത്. അതുകൊണ്ടാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞതും ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹം പുറത്തു നിന്നതും. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ, നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതുകൊണ്ടെല്ലാം എന്നിട്ടും ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് രക്ഷ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ തടയിട്ടത് കോടതിയുടെ ഇടപെടലാണ്. അതല്ലാതെ ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധി കൊണ്ടല്ല എന്ന് ഏത് രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ശ്രീ SR ശക്തിധരൻ, അതൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണല്ലോ തിരുവനന്തപുരത്ത്. സ്വാഭാവികമായും 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു വിഷയമാണിത്. PK ശ്രീമതിയും EP ജയരാജനും രണ്ടുപേരും കേന്ദ്ര കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അവർ രണ്ടുപേരും ഉൾപ്പെട്ട ഒരു വിഷയം നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് അജണ്ടയിൽ, അതായത് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ്.
നേരെ മറിച്ച് PB കമ്മീഷൻ VSനെതിരായ റിപ്പോർട്ട് മറ്റന്നാൾ ചർച്ച ചെയ്യാനിരിക്കുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വിജിലൻസിൻ്റെ ഈ കേസും അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന രാഷ്ട്രീയവും നിയമപരവുമായ ഒരു സാഹചര്യം. ഇത് കേന്ദ്ര കമ്മിറ്റിക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? സംസ്ഥാനത്തു നിന്നുള്ള ഒരു മുതിർന്ന അംഗം ഉൾപ്പെട്ട ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ വെച്ച് CC നടക്കുമ്പോൾ അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, ഇപ്പൊ ആ വിഷയം മാത്രമായി എടുത്ത് ചർച്ച ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല പറയേണ്ടത്. അവർ അജണ്ട തീരുമാനിച്ചിട്ടുണ്ടാവും. ആ അജണ്ട അനുസരിച്ചിട്ട് പ്രവർത്തിക്കും. പക്ഷെ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ചും അവർ ആലോചിക്കേണ്ടതായിട്ട് വരും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആരെങ്കിലും നിശ്ചയിക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം എന്ന് നിർബന്ധം പിടിക്കുന്നത് യാതൊരു ന്യായവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം നാളെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ തന്നെ അത് ചാനലുകളിൽ വാർത്തയായി കഴിഞ്ഞു. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും അത് അവർ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ഇറങ്ങിയ നമ്മുടെ പത്രങ്ങളിലെ വാർത്തയനുസരിച്ച് നോക്കിയാൽ ഇത് അജണ്ടയിൽ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് അജണ്ടയിൽ വരാതെ പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിർവാഹവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ വരാം. ശ്രീ VD സതീശൻ MLA, കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VD സതീശൻ, ഇത് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ താങ്കൾ തന്നെയാണ് ഇത് ഉന്നയിച്ചത്. അന്ന് ഇതിൽ വ്യവസായ സെക്രട്ടറി പോൾ ആന്റണി കുറിച്ചിരുന്നു ഫയലിൽ മുഖ്യമന്ത്രി ഇത് പരിശോധിക്കണം എന്ന് ഫയലിൽ എഴുതിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. വിജിലൻസ് അക്കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നിലവിൽ FIR നമ്മൾക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് EP ജയരാജനിലും സുധീറിലും അല്ലെങ്കിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയിലും ഒക്കെ ഒതുങ്ങും. അതിനപ്പുറത്തേക്ക് പോകില്ല. വിജിലൻസിൻ്റെ കണ്ടെത്തൽ അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷത്തിന് ഇത് മുഖ്യമന്ത്രിയിലേക്ക് കൂടി പോകേണ്ടുന്ന ഒരു കേസാണ് എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ടോ? ഞാൻ VD സതീശനിലേക്ക് വരാം. ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, അതായിരുന്നു ഒരു പ്രശ്നം. ഇത് ഞാൻ നേരത്തെ ആദ്യം അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പോൾ ആന്റണി, നമുക്ക് അതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് പോയാൽ, പോൾ ആന്റണി വ്യവസായ സെക്രട്ടറി എഴുതിയിരുന്നു ഇത് മുഖ്യമന്ത്രി കൂടി പരിശോധിക്കണമെന്ന്. അതിൻ്റെ രേഖകൾ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരികയും പുറത്ത് മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരാതെ പോകുന്നു എന്ന സംശയം ഇപ്പോൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും അത് ഇരട്ടിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് തിരക്കിനിടയിൽ കണ്ടില്ല എന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കുക. നമുക്ക് ആ രേഖ പരിശോധിച്ചാലേ പറയാൻ പറ്റൂ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് പോയോ, അദ്ദേഹം പരിശോധിച്ചോ. പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനമാണ്. മന്ത്രി പുറത്തായി, കേസ് അന്വേഷണം തുടരുന്നു, ഇത് നീണ്ടു പോകുന്നു, പരാതി ഉയരുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് അറിയാലോ. കോടതിയുടെ പരാമർശം വരുന്നത് വരെ ഇത് FIR വന്നില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വിജിലൻസിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു നമുക്കറിയില്ല, ഇപ്പോഴിത് അദ്ദേഹത്തിന് അറിയാം എന്ന് പറഞ്ഞാൽ അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല എന്നർത്ഥം. ബോധ്യമുണ്ട്. മാത്രവുമല്ല, CPMൻ്റെ ഒരു സംഘടനാ രീതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പ്രവർത്തന രീതിയും വച്ച് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു MD നിയമനമൊക്കെ മുഖ്യമന്ത്രി അറിയാതെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ വളരെ നന്നായി റിയാബ് ഇൻ്റർവ്യൂ നടത്തി പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ആളെ നിയമിച്ചു. സുതാര്യമായി ഒരു തർക്കം, റിയാബിൻ്റെ 41 നിയമനങ്ങൾ എൻ്റെ ശരിയാണെങ്കിൽ ഒരു തർക്കവും ആരും ഉന്നയിച്ചിട്ടില്ല. കാരണം അത് വളരെ പ്രൊഫഷണലായി ചെയ്ത കാര്യമാണ്. അതിന് നമുക്കൊക്കെ സന്തോഷമുണ്ട്. ഈ ഒരെണ്ണം അതിന് തെറ്റിപ്പോയതാണ്. ആ പ്രോസസ്സിൽ ഇടപെടലുണ്ടായി. അപ്പോൾ ആ ഇടപെടലുണ്ടായെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാതെ അതങ്ങ് ഡൈവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം പോൾ ആൻ്റണി ഇത് മുഖ്യമന്ത്രി കാണണം എന്ന് എഴുതിയത്. കാരണം ഇതൊരു ഡൈവേർഷനാണ്, ഒരു പതിവ് തെറ്റിക്കലാണ്. ആ തെറ്റിക്കലിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം വേണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കാണേണ്ടതില്ല എന്ന് മന്ത്രി അതിനിടയിൽ എഴുതി തീരുമാനിച്ചുവോ എന്നത് അവിടെ വിവാദ വിഷയമാണ്. പക്ഷേ ഇവിടെ വിവാദ വിഷയമില്ല. മുഖ്യമന്ത്രിക്ക് ഇത് മുഴുവൻ അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും ദിവസം ഇത് വൈകിയെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന വാദം യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശ്രീ VD സതീശൻ ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ VD സതീശൻ, ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ ഈ ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നിയമസഭയിൽ ഈ ആരോപണം താങ്കൾ ഉന്നയിക്കുമ്പോൾ പോൾ ആന്റണിയുടെ ഫയൽ കുറിപ്പ് താങ്കൾ നിയമസഭയിൽ കാണിച്ചിരുന്നു, പിന്നീട് മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു.
മുഖ്യമന്ത്രി ഇത് പരിശോധിക്കണം എന്നായിരുന്നു അദ്ദേഹം ഫയലിൽ എഴുതിയത്. ഏതായാലും വിജിലൻസിൻ്റെ ഇപ്പോൾ വന്ന FIRൽ ഒരിടത്തും ആ നിലയിലൊരു അന്വേഷണം നടന്നതായോ അത് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ വ്യക്തമല്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരമൊരു അന്വേഷണം വിജിലൻസ് നടത്തിയതായി ഒരിടത്തും കാണുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതിൽ ധാർമ്മികമല്ലാത്ത, അല്ലെങ്കിൽ നിയമപരമായി മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടു, ഈ പ്രോസസ്സിൽ മുഖ്യമന്ത്രി കൂടി ഭാഗഭാക്കായി എന്ന ആരോപണം ഇപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടോ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും ഞാൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അതായത് ഈ വ്യവസായ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് റാങ്കുള്ള പോൾ ആന്റണി ഈ ബന്ധു നിയമന ഫയലിൽ ഇത് മുഖ്യമന്ത്രി കാണണം എന്ന് 3 ഫയലിൽ എഴുതി. 3 ഫയൽ, അതിൽ കൂടുതൽ ഫയലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. പക്ഷേ ഈ 3 ഫയലിൽ എഴുതിയിട്ടും ഈ 3 ഫയലും മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് എങ്കിൽ, ഈ ഫയൽ കണ്ടിട്ടുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് ഉത്തരവാദിയാണ്. ഇനി മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ള വാദത്തിന് വേണ്ടി ഉയർത്തിയാൽ അത് അതിനേക്കാൾ ഗൗരവകരമായ കാര്യമാണ്. ഈ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ പോലെ ഉയർന്ന റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു സുപ്രധാനമായ ഫയലിൽ ഇത് മുഖ്യമന്ത്രി കാണണം എന്ന് എഴുതിയാൽ ആ ഫയൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ഭരണമാണിത്? എന്ത് ഭരണം? അതാണ് മുഖ്യമന്ത്രി കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവകരമായ കാര്യം മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറയുന്നതാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും കാണിക്കാതെ ഫയൽ മുക്കാനുള്ള വിദഗ്ധർ, അല്ലെങ്കിൽ ആ ഫയൽ മുഖ്യമന്ത്രിയെ കാണിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിയുന്ന ആളുകൾ ഈ ഭരണത്തിൽ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ ഇത്? അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുത്തണം എന്ന് ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ട ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് മറ്റെന്ത് അന്വേഷണമാണ് നടന്നത്? ഈ കേസിൽ ഇത്രയും ദിവസം എന്താ അറിയേണ്ട കാര്യം? ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണോ? ആണ്. ജയരാജന്റെ ബന്ധുവാണോ സുധീർ നമ്പ്യാർ? ആണ്. ജയരാജൻ സുധീർ നമ്പ്യാരിന്റെ അവിഹിതമായി ഈ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമിച്ചിട്ടുണ്ട്. ഇത് അന്വേഷിക്കാനാണ് ഇത്രയും ദിവസം നിന്നത്. ഇത് ആർക്കാണ് കേരളത്തിൽ അറിയാൻ പാടില്ലാത്തത്? ഇത് ജയരാജൻ നിഷേധിച്ചിട്ടില്ല, മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല, ആരും നിഷേധിച്ചിട്ടില്ല. ആരെങ്കിലും നിഷേധിച്ചോ ഈ കാര്യം? അപ്പൊ ആരും നിഷേധിക്കാത്ത, ആരോപണ വിധേയരായ ആളുകൾ പോലും നിഷേധിക്കാത്ത ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിന്നത്. പിന്നെ ഇത് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തിനൊന്നും കൈകടത്തുന്നില്ല, ഞങ്ങൾ നിഷ്പക്ഷമാണ്, കൂട്ടിലടക്കപ്പെട്ട തത്തയല്ല വിജിലൻസ് എന്നുള്ള വാദം ചിലർ ഉയർത്തുന്നുണ്ട്. ഈ കേസിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ജയരാജൻ വ്യവസായ മന്ത്രി അല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ വിജിലൻസിന്? സുധീർ നമ്പ്യാർ ജയരാജന്റെ ബന്ധുവല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റുമോ വിജിലൻസിന്? ഈ ബന്ധു നിയമനം നടന്നൊരു ഉത്തരവ് ഇറക്കിയില്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ വിജിലൻസിന്? അപ്പൊ വിജിലൻസ് എന്തായാലും 1 ദിവസം അന്വേഷിച്ചാലും 500 ദിവസം അന്വേഷിച്ചാലും വിജിലൻസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. കാരണം ഇത് കോടതിയുടെ കൂടെ നിയന്ത്രണമുള്ള കാര്യമാണ്. കോടതിയിലാണ് ഇത് ഇല്ല, ജയരാജൻ നിരപരാധിയാണ് എന്ന ഒരു കള്ള കേസ് ഉണ്ടാക്കി ഒരു നിഗമനത്തിൽ എത്തിയാലും അത് കോടതിയിലല്ലേ പോകേണ്ടത്. കോടതി എങ്ങനെ വിശ്വസിപ്പിക്കാൻ കഴിയും? ശ്രീ VD സതീശൻ, ഞാൻ ഒന്ന് ഇടപെട്ട ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇവിടെ ഇപ്പോൾ വിജിലൻസ് അനാവശ്യ വിവാദങ്ങൾക്ക് നിന്നില്ല. വിജിലൻസ് ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ QV റിപ്പോർട്ട് കൊടുക്കുന്നു, ഒപ്പം FIRും സമർപ്പിക്കുന്നു. ഗവൺമെൻറ് ആണെങ്കിൽ മന്ത്രി രാജിവെക്കട്ടെ എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു. അത് മന്ത്രിയെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മാറ്റി നിർത്തുന്നു. ഈ 2 കാര്യങ്ങളിലും മാതൃകാപരം എന്ന് പൊതുവെ വിശേഷിപ്പിക്കാവുന്ന സമീപനം പാർട്ടിയും CPIഎമ്മും സ്വീകരിച്ചു, വിജിലൻസും സ്വീകരിച്ചു. അതൊരു പുതിയ കീഴ്വഴക്കമല്ലേ? ഇപ്പോൾ ഒരു നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ നിയമസഭയിൽ ഒരു പ്രക്ഷോഭത്തിന് വഴിയൊരുക്കാതെ മന്ത്രി രാജിവെച്ചു. വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ അതും ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതല്ലേ? അവിടെയാണ് വിജയകുമാർ കാപട്യം എന്ന് പറയുന്നത്. അതിൽ ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും മന്ത്രിക്ക്? അല്ലെങ്കിൽ ഒന്നുകിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബന്ധു നിയമനം ശരിയാണ്, ബന്ധു നിയമനത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന നിലപാടെടുക്കണം. അതെടുക്കാൻ പറ്റില്ലല്ലോ. ബന്ധു നിയമനം തെറ്റായിരുന്നു എന്ന നിലപാട് എല്ലാവർക്കും അറിയാം. എല്ലാവരും വിശ്വസിക്കുന്നു. ഇവിടെ ബന്ധു നിയമനം നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഏത് ഏജൻസി അന്വേഷിച്ചാലും ജയരാജന് ഇതിന്റെ അകത്ത് കുറ്റവിമുക്തമാക്കാൻ പറ്റുമോ? ഒറ്റ നിലപാട് മാത്രമേ പറ്റുള്ളൂ. ബന്ധു നിയമനം എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ല, സ്വജനപക്ഷപാതം അല്ല എന്ന് ആരെങ്കിലും പറയണം. അങ്ങനത്തെ ഒരു നിഗമനത്തിലെത്താൻ ഒരു പാർട്ടിക്കോ ഒരു ഗവൺമെന്റിനോ ഒരു അന്വേഷണ ഏജൻസിക്കോ കഴിയുമോ? അപ്പൊ നിവർത്തികേട് കൊണ്ട് ഈ രാജ്യം അനിവാര്യമായിരുന്നു, ഈ അന്വേഷണം അനിവാര്യമായിരുന്നു, ഈ QV നിഗമനം, തൊഴിൽ പരിശോധനയുടെ നിഗമനം
ജയരാജൻ കുറ്റക്കാരനാണ് എന്ന് പറയുന്ന ആ നിഗമനവും അനിവാര്യമായ ഒന്നിനെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അത് ആദർശമായും മാതൃകയായും മാറ്റിയെടുക്കുന്ന ധീരവാദം കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫയലിൽ മുഖ്യമന്ത്രി കാണുമെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞില്ല, നിയമസഭയിൽ മറുപടി പറഞ്ഞില്ല. ഞാൻ ഇത് കണ്ടിട്ടില്ല, ഞാൻ ഈ ഫയൽ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറയട്ടെ, എന്തുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞില്ല, എന്തുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങളോട് പറയുന്നില്ല ഞാൻ ഈ ഫയൽ കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടണം. എന്തുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫയലിൽ മുഖ്യമന്ത്രി കാണണം എന്ന് എഴുതി വെച്ചിട്ട് എന്റെ മുന്നിൽ ഫയൽ വന്നില്ല എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാണോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാകണം. അല്ലെങ്കിൽ വിജിലൻസ് എന്തുകൊണ്ടാണ് ഈ ചുക്ക് വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടി അന്വേഷിക്കാതെ പോയത് എന്ന് കോടതിയിൽ വരട്ടെ. കോടതിയിൽ വരുമ്പോൾ നമുക്ക് കാണാം. കോടതിയിൽ വരുമ്പോൾ നമുക്കത് ആ വിഷയം കൂടി അതിനകത്ത് നാളെ ഇത് കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ ആ ഘട്ടത്തിൽ താങ്കൾ ഉന്നയിക്കുന്ന എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ ഭാഗമായില്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായില്ലെന്ന ചോദ്യം ഏതെങ്കിലും തരത്തിൽ ഉയർന്നു വരുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. താങ്കൾ ദയവായി തുടരണം. ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇതിൽ ഒരു പരാതിക്കാരുടെ ഭാഗത്തായിരുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ വിജിലൻസ് ഡയറക്ടർക്ക് ഈ വിഷയത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രാഥമിക അല്ലെങ്കിൽ ദ്രുത പരിശോധനാ റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നു. BJPക്ക് തൃപ്തികരമാണോ ഈ FIRഉം ഈ QV റിപ്പോർട്ടും? BJPക്ക് തൃപ്തികരം തന്നെയാണ്. പക്ഷേ BJPയുടെ തൃപ്തി എന്ന് പറയുന്നത് അഴിമതിക്കാരെ വെച്ചുകൊണ്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളുടെ മുമ്പാകെ ജനമധ്യത്തിൽ നിന്ന് ഈ കാര്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ഒരു കോടതി വിധി അല്ലെങ്കിൽ കോടതിയുടെ ഒരു തീരുമാനമാണിത്. വാസ്തവത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ്. വാസ്തവത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്നത് ഈ സർക്കാർ. കാരണം ഇത് പകൽ പോലെ സത്യമാണ്, പകൽ പോലെ യാഥാർത്ഥ്യമാണ്. നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല, കൂടുതൽ അന്വേഷണമൊന്നും ആവശ്യമില്ല. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് വളരെ കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി അറിയാതെ, പിണറായി വിജയൻ അറിയാതെ, അതും ഇത്തരം ഉന്നതനായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു നോട്ട് നോക്കാതെ ഒരു നിയമനം നടന്നു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ്. പിന്നെ നേരത്തെ വിജയകുമാർ പറഞ്ഞു ഈ സർക്കാർ ചെയ്തത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയല്ലെന്ന്. എനിക്ക് തോന്നുന്നില്ല. കാരണം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ FIR ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ബഹുമാന്യനായ മുൻ ധനകാര്യമന്ത്രി KM മാണി അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം കൂട്ടിയവരാണല്ലോ, എന്തൊക്കെ കാട്ടിയവരാണ്. കുറ്റപത്രം സമർപ്പിച്ചു. കോടതിയിൽ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു മണിക്കെതിരെ, നമ്മുടെ ഇടുക്കി വൈദ്യുതി മന്ത്രിക്കെതിരെ. എന്തുകൊണ്ടാണ് വൈദ്യുതി മന്ത്രിയെ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ സർക്കാർ അടിസ്ഥാനപരമായിട്ട് അഴിമതി നടത്തുന്നവരെ അതുപോലെ തന്നെ കുറ്റവാളികളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ്. അത് വ്യവസ്ഥാപിതമാണ്. CPMന്റെ അഴിമതി, കോൺഗ്രസ് അഴിമതി നടത്തുമ്പോൾ അത് വ്യക്തിപരമാണ്. പക്ഷേ CPMന്റെ അഴിമതി വ്യവസ്ഥാപിതമാണ്. വ്യവസ്ഥാപിതം എന്ന് പറഞ്ഞാൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ത്രൂ പാർട്ടി, ത്രൂ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ത്രൂ പാർട്ടിക്കുള്ള വിഹിതമുണ്ട്. അതുകൊണ്ട് പാർട്ടി വിഹിതമുള്ളത് കൊണ്ട് ഇവരെ എല്ലാം സംരക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പിണറായി വിജയൻ വളരെ മനപ്രയാസത്തോടെ ആണെങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യം വെളിയിൽ പറയാതെ, എന്നാൽ ജയരാജനെ ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമിഷ്ടത്തോടു കൂടി അവരുടെ മുഖം മിനുക്കുവാൻ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ, നാട്ടിലെ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അഴിമതിക്കാരല്ല, ഞങ്ങൾ അഴിമതി ചെയ്തിട്ടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ, അങ്ങനെ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അഴിമതി നടത്തിയിട്ടില്ല എന്ന് സധൈര്യം പറയണമെങ്കിൽ ഫയൽ
മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ ഇല്ലയോ? മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. അതിനേക്കാൾ വലിയ വീഴ്ചയാണ് ആ തെറ്റേറ്റു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ നടപടി എടുത്തില്ല എന്ന് പറയേണ്ടി വരും. ഇത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത്. സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും അഴിമതിയുടെ സർക്കാരായിരുന്നു. KR ഗൗരിയമ്മ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് തോട്ടണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ അഴിമതി വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവരെ പുറത്താക്കിയത്. അപ്പോൾ ഇവര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ്. തോമസ് ഐസക് അതാണ് അക്കാര്യത്തിലുള്ള BJP-യുടെ രാഷ്ട്രീയ ആരോപണം. അക്കാര്യത്തിൽ ഒരു പക്ഷേ CPM-ന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അതിന് മറുപടിയിലേക്ക് കടക്കാൻ കഴിയുന്നുമില്ല. ശ്രീ B. ഗോപാലകൃഷ്ണൻ, താങ്കൾ തുടരുക. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുകയാണല്ലോ. VS അച്യുതാനന്ദനെതിരായ PB കമ്മീഷൻ റിപ്പോർട്ട് മറ്റന്നാൾ ചർച്ച ചെയ്യാനിരിക്കുന്നു. EP ജയരാജന്റെ പ്രശ്നം അവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ട കേസാണല്ലോ ഇത്. പാർട്ടി നടപടിയെടുക്കാതെ ഇനി മുന്നോട്ട് പോകാനും കഴിയില്ല. തന്നെയുമല്ല, EP ജയരാജനെ 2-3 തവണ സമാന സ്വഭാവമുള്ള വിഷയങ്ങളിൽ പാർട്ടി നടപടിക്ക് വിധേയനായിട്ടുള്ളതാണ്. ഈ കേന്ദ്ര കമ്മിറ്റി അംഗം തുടർച്ചയായി പാർട്ടി നയങ്ങൾ വ്യതിചലിക്കുന്നു എന്നത് ഈ ഏറ്റവും ഒടുവിൽ വന്ന ഈ സംഭവങ്ങളുടെ വെളിവാക്കപ്പെടുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ഇതെല്ലാം പുറത്തു വരികയും ചെയ്യുന്നു. പാർട്ടി ഒരു തീരുമാനമെടുക്കേണ്ടുന്ന ഘട്ടം അതിക്രമിച്ചില്ലേ ഈ വിഷയത്തിൽ, ഈ നേതാവിൻ്റെ കാര്യത്തിൽ? അല്ല, ഒരു പാർട്ടി അവരുടെ അംഗങ്ങളുടെ അഴിമതി എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ അവരുടെ വിഷയമാണ്. പക്ഷേ തീർച്ചയായും അഴിമതിക്കെതിരായി നിൽക്കുന്ന പാർട്ടി എന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാന്റിയാഗോ മാർട്ടിൻ മുതൽ നിരവധി കേസുകളിൽ നിരവധി വിഷയങ്ങളിൽ ജയരാജൻ പാർട്ടിക്ക് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ശാസനകൾ, ചില സെൻഷറുകൾ, അങ്ങനെ ചില താക്കീതുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഭരണഘടനാപരമായ മറ്റതൊരു പക്ഷേ ദേശാഭിമാനിക്ക് പണം വാങ്ങി എന്നുള്ളത് പാർട്ടി അറിഞ്ഞോ അറിയാതെയോ ആ അർത്ഥത്തിൽ പൊതുജനങ്ങൾ നേരിട്ടൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ അഴിമതി ചെയ്തിട്ടുള്ളത്, ജനങ്ങളുടെ പ്രതിനിധിയായിരുന്നു കൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ജനങ്ങളോട് നേരിട്ട് ചെയ്യുന്ന ഒരു കുറ്റം കൂടിയാണ്. ഇവിടെ പാർട്ടി ഇത് ഒരു ശാസന കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ശാസനയ്ക്കും വാണിങ്ങിനും ഒരർത്ഥവുമില്ല എന്ന് വരും. മാത്രമല്ല, ഇവിടെ വളരെ വളരെ പ്ലെയിനായൊരു കുറ്റം ചെയ്തിട്ട് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ വേറൊരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ചിറ്റപ്പൻ, എന്തായാലും ആ അർത്ഥത്തിൽ ഇത് പാർട്ടി പരിഗണിച്ചില്ലെങ്കിൽ, ഇപ്പോൾ VS-നെതിരെ പരിഗണിക്കില്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. VS-ന് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ. അത് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, അല്ലാത്ത വിഷയങ്ങളുണ്ട്. ഇവിടെ അതൊന്നുമില്ല. വളരെ ലളിതമായൊരു വിഷയം. കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇനിയും അദ്ദേഹം ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ VS-ന് ക്ഷണിതാവാണ്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി വരുമെന്നുള്ളത് ഘടകമായിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരും കേന്ദ്ര കമ്മിറ്റി സ്ഥിരമായി ഇരിക്കുകയാണ്. VS പുറത്തും ഇവർ രണ്ടുപേരും അകത്തും എന്നത് തന്നെ പാർട്ടിയുടെ നിലപാടിൻ്റെ വലിയൊരു വൈരുദ്ധ്യം തുറന്നു കാട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശക്തിധരൻ പറഞ്ഞതുപോലെ പാർട്ടി ചർച്ച ചെയ്യട്ടെ. പക്ഷേ എളുപ്പമാണോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായ നടപടി? കാരണം രണ്ടുപേരും പാർലമെന്ററി രംഗത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി നടപടിക്ക് വിധേയരായി കഴിഞ്ഞാലും അവർ പാർലമെന്ററി രംഗത്ത് തുടരുകയും ചെയ്യും. അവിടെയും ഈ പൊരുത്തക്കേട് നിലനിൽക്കും. അല്ല, അതിൽ പാർട്ടി സാധാരണ ചെയ്യാറുള്ളത് പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആ രംഗത്ത് വിടും, പാർട്ടിയിൽ നിന്ന് അവർ നടപടിയെടുക്കും. ഇപ്പോൾ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ MP-മാർ MLA-മാർ ആയിരുന്ന ആളുകൾ അവർ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയില്ല പാർട്ടി. കാരണം എന്താ വെച്ചാൽ അത് വേറെ ഇതാണ്. മറിച്ച് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇനി അധികാരം കൊടുക്കാൻ പറ്റില്ല, മന്ത്രിയായിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. SNC ലാവ്ലിൻ കേസിന്റെ സമയത്ത് പിണറായി വിജയന്റെ കാര്യത്തിൽ അന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന അവിടെ തന്നെയാണ്. പക്ഷേ അത് ഇങ്ങനൊരു കേസിൽ പ്രതിയാണെങ്കിൽ അയാളെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ഇരുത്തില്ല എന്നതുകൊണ്ട്, അത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അന്ന് പിണറായി വിജയന് മത്സരിക്കാൻ കഴിയാതെ പോയത്. ഞങ്ങളായിരിക്കും ആദ്യം രാജി ആവശ്യപ്പെടുക എന്നായിരുന്നു കാരാട്ട് പറഞ്ഞത്. ഇവിടെ മന്ത്രിസ്ഥാനം രാജിവെക്കണോ? ഇനിയിപ്പോൾ മന്ത്രി കഴിഞ്ഞു, ഇനിയിപ്പോൾ MP ഉണ്ട്, MLA ഉണ്ട്, അവർ രാജിവെക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയ ധാർമ്മിക പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത് രണ്ട് രാജിവെക്കാൻ അവർ പറയുമെന്ന്. കാരണം നമ്മൾ തത്വം പറയുമ്പോഴും ചില പ്രായോഗികതകളിലേക്കൊക്കെ ഇവർ പോകുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ശാസനയോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു വർഷം പുറത്ത് നിർത്തലോ കമ്മിറ്റിയിൽ നിന്ന്, അതിനപ്പുറത്തുണ്ടാവാൻ ഒരു വഴിയുമില്ല. കാരണം സക്കീർ ഹുസൈൻ ഈ മുഴുവൻ ഇവിടെ നടക്കുമ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്.
മനുഷ്യചങ്ങലയിലെ പ്രധാന കണ്ണിയായിരുന്നു. മനുഷ്യചങ്ങലയുടെ സംഘാടകനാണ്. അപ്പോൾ നമുക്ക് ധാർമ്മികതയെക്കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ഇവരോട് ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ PM സുരേഷ് ബാബു, ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് പോലും അങ്ങനെ ധാർമ്മികമായ ഒരു ആവശ്യം ഉന്നയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലല്ലോ. ഇപ്പോൾ EP ജയരാജനോട് രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ പ്രതിപക്ഷത്തിനും കഴിയില്ലല്ലോ. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം പ്രതിപക്ഷം ഏതെങ്കിലും ഒരു കേസിൽ കാണിച്ചു തന്നിട്ടുമില്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും ഇനി അന്വേഷണം നടക്കട്ടെ എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയല്ലാതെ ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതൽ പ്രക്ഷോഭങ്ങൾക്കോ അല്ലെങ്കിൽ കൂടുതൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നടപടികൾക്കോ പ്രതിപക്ഷത്തിനും കഴിയില്ലല്ലോ. അത് ശരിയല്ലല്ലോ വിജയകുമാർ. അത് പിന്നെ നമുക്കറിയാലോ, ശ്രീ KM മാണി ഈ കാര്യത്തിൽ അത്തരത്തിന്റെ പേരിൽ ആക്ഷേപം വന്നപ്പോൾ രാജിവെച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ശ്രീ K ബാബു അദ്ദേഹം രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്താണ്, മുഖ്യമന്ത്രി രാജി സ്വീകരിക്കാതിരുന്നതാണ്. ആ സ്വീകരിക്കാതിരുന്നത് ശരിയാണെന്ന് പിന്നീട് ഹൈക്കോടതി വിധിയിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ധാർമ്മികതയൊന്നും ഈ കാര്യത്തിലൊന്നും ഇല്ല. ഈ രാജി എന്നുള്ളതല്ലല്ലോ ഇതിനകത്തുള്ള ഒരു പ്രശ്നം. പിന്നീട് മുഴുവൻ സമയവും തുടർന്നു. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഇപ്പോൾ രാജിവെക്കേണ്ടുന്ന പ്രശ്നം ഇല്ലല്ലോ. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഇനി അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിൽ തുടരുകയാണ്. FIR-ൽ പേര് വന്നു എന്നതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പരിഗണന അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലല്ലോ എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല, ആ കാര്യത്തിലേക്ക് അത്തരം സമീപനങ്ങളിലേക്ക് പാർട്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു തീരുമാനമോ അങ്ങനെ ഒരു നിലപാടോ ഇതുവരെ പാർട്ടി സ്വീകരിച്ചിട്ടുമില്ല. പ്രതിപക്ഷവും സ്വീകരിച്ചിട്ടില്ല, ഭരണപക്ഷത്തിലിരിക്കുന്ന ആളുകളും സ്വീകരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ച പിന്നീട് ഗൗരവങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അന്നേരമാവാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ അത്തരം ആവശ്യം UDF-ന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഉന്നയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതാരും അങ്ങനെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. UDF-ന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്നലെ വരെ നടന്നതിൽ നിന്നും വ്യത്യസ്തമായി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഇതിനകത്തുള്ള റോള് എന്താണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്, പങ്ക് എന്താണ് എന്നുകൂടി അന്വേഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ വരണം എന്നുള്ളൊരു കാര്യമാണ്. ശ്രീ VD സതീശൻ ഇവിടെ അക്കാര്യത്തിൽ വളരെ വിശദമായി പറഞ്ഞു. 3 തവണ ഈ മുഖ്യമന്ത്രി ഫയൽ കാണണമെന്ന് പറഞ്ഞ് കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്, കണ്ടില്ലെന്ന് പറഞ്ഞാൽ കാണാതിരിക്കാനുള്ള സാഹചര്യം, ഭരണം എങ്ങനെയാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു സ്ഥിതിയിലേക്കാണ് അത് പോവുക. ഭരണത്തിന്റെ പോക്കിന്റെ ഗതി ഈ രാജ്യത്തെ ജനങ്ങൾക്കത് മനസ്സിലാകും. മുഖ്യമന്ത്രിയെ കാണിക്കാതിരിക്കാൻ, ഒരു ഫയൽ കാണിക്കാതിരിക്കാൻ, മുഖ്യമന്ത്രി കാണാതിരിക്കാൻ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ നടന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും വേണ്ടിവരും. ഈ കാര്യത്തിലൊരു വ്യക്തത വിജിലൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീ സതീശൻ പറഞ്ഞത്. ഞാൻ ആവർത്തിക്കുന്നത് അത് തന്നെയാണ് ശ്രീ CR നീലകണ്ഠനും ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ B ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഈ നടപടികളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മന്ത്രിയായിരുന്ന ജയരാജൻ രാജിവെച്ചു, ആ ഗവൺമെന്റിന്റെ കീഴിൽ വിജിലൻസ് അന്വേഷിച്ചു, റിപ്പോർട്ട് കൊടുത്തു, അദ്ദേഹം പ്രതിയായി FIR-ൽ പേര് രജിസ്റ്റർ ചെയ്ത നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി കൂടുതൽ അന്വേഷണം വേണമെന്ന് വിജിലൻസ് കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. FIR-ന്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതിന് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാതൃകയാണ്. വേണമെങ്കിൽ പറഞ്ഞാൽ ഇപ്പോൾ കർണാടകയിൽ BJP ഗവൺമെന്റിന്റെ കാലത്ത് യെദ്യൂരപ്പയുടെ കേസിൽ ഇതിനെക്കാട്ടിൽ കുറെ കൂടി ഗൗരവമുള്ള ആരോപണമായിരുന്നു. അത് സ്വജനപക്ഷപാതവും അഴിമതിയും രണ്ടും കൂടി കലർന്ന കേസായിരുന്നു. അന്ന് എത്ര ദിവസത്തെ നാടകത്തിന് ശേഷമായിരുന്നു യെദ്യൂരപ്പയുടെ രാജി ഉണ്ടാവുകയും അതിൽ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. അത് പിന്നീട് ഹൈക്കോടതി FIR റദ്ദാക്കി, അതൊക്കെ വസ്തുതയാണ്. പക്ഷേ അത്തരമൊരു ആരോപണം ഉണ്ടായപ്പോൾ സ്വീകരിച്ച 2 മാതൃകകളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. BJPക്ക് അങ്ങനെ ഒരു ധാർമ്മികമായ കരുത്തുണ്ടോ? ഈ രീതിയിൽ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രാജി ആവശ്യപ്പെടണമെന്നൊരു പ്രക്ഷോഭം നടത്താനൊക്കെ ഒരു കരുത്ത് BJPക്ക് ധാർമ്മികമായി ഉണ്ടോ? അങ്ങനെ ഒരു മാതൃക BJP രാജ്യത്തെമ്പാടും കാട്ടിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ഈ വിഷയത്തിൽ മാതൃക കാട്ടാൻ കഴിയുന്ന ധാർമ്മിക ശക്തി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. എന്തുകൊണ്ടാണ് യെദ്യൂരപ്പയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കാലതാമസം വന്നത്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു, സുവ്യക്തമായിരുന്നു. പക്ഷെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നു. അവസാനം സംഘടന ഒരു തീരുമാനമെടുത്തു, അദ്ദേഹം രാജിവെക്കണമെന്ന് മാത്രമല്ല, അദ്ദേഹം കൈയാളുന്ന രാഷ്ട്രീയ പൊസിഷൻ മാറണമെന്ന് പറഞ്ഞു. അദ്ദേഹം കൈയാളുന്ന രാഷ്ട്രീയ പൊസിഷനും മാറ്റി. ഇവിടെ രാജിക്ക് ദിവസങ്ങളെടുത്തു.
എന്ന് മാത്രമല്ല അല്ല, താങ്കൾ ഇപ്പോഴും പറഞ്ഞതുപോലെ അത്ര അദ്ദേഹത്തിന്റെ എളുപ്പത്തിൽ രാഷ്ട്രീയ നടന്നതായിരുന്നില്ല ശ്രീ ബി പൊസിഷൻ ഗോപാലകൃഷ്ണൻ. അതൊക്കെ ഒരു കാര്യം ഞാൻ പറയാൻ അന്നൊക്കെ ആഗ്രഹിക്കുന്നു. ബംഗളൂരുവിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങളൊന്നും ആർക്കും അറിയില്ലാത്തതല്ല, ആരും മറന്നിട്ടില്ലല്ലോ. വേഗത്തിൽ യെദ്യൂരപ്പയെ മാറ്റി, മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി, പാർട്ടി പദവിയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നത് എളുപ്പത്തിൽ നടന്നതല്ല. ദിവസങ്ങളോളം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷം MLA-മാരെ അണിനിരത്തി ബലം കാണിച്ചത് അതൊന്നും നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ വേഗത്തിൽ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം, മാറ്റിയിട്ടുണ്ട്. പക്ഷേ എളുപ്പത്തിൽ നടന്ന ഒരു പ്രോസസ്സ് ആയിരുന്നില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിജയകുമാർ, അത് വ്യത്യാസമാണ്. അത് യെദ്യൂരപ്പയുടെ വിഷയം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നില്ല നിങ്ങൾ ഈ പറയുന്ന രണ്ട് ചേരിയായി നിന്നിട്ടുള്ള പ്രശ്നം. അത് അതിന് ശേഷം വന്ന കാര്യമാണ്. രണ്ട് ചേരിയായി നിന്നത് അത് രണ്ട് ശക്തികളുടെ അടിസ്ഥാനത്തിൽ അത് സത്യമാണ്, സത്യമായി തന്നെ പറയണം. അത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞങ്ങളുടെ ധാർമ്മിക ശക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് അഴിമതിയുടെ കറപുരളാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അഴിമതിയുടെ ഒരു ആരോപണം ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നേതാവും ഒരു ഭരണവും കേന്ദ്രത്തിൽ നടക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു ഭരണത്തെക്കുറിച്ച് പറയുവാൻ ധാർമ്മികമായി കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് വളരെ ഗൗരവമായിട്ട് ഇവിടെ പറയാനുള്ളത്, ഞാൻ CR നീലകണ്ഠൻ എന്തുകൊണ്ടത് പറയുന്നില്ല എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഡൽഹിയിലൊക്കെ ആപ്പ് പറഞ്ഞത് അതാണ്. അഴിമതി നടത്തുന്ന ആളുകൾ ഗവൺമെന്റിൽ നിന്ന് MLA സ്ഥാനം രാജിവെച്ചോ അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെച്ചോ എന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. അഴിമതി നടത്തിയിട്ടുള്ള ഒരാൾ പാർട്ടി പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കോൺഗ്രസുമായിട്ടാണ് കമ്പയർ ചെയ്തത് വിജയകുമാർ. കോൺഗ്രസുമായിട്ടാണോ CPM? അങ്ങനെയാണെങ്കിൽ CPM കോൺഗ്രസ് കമ്പയർ ചെയ്യാൻ സാധിക്കും. കോൺഗ്രസ് ആണോ CPM ആണോ കോൺഗ്രസ്? CPM അധികാരത്തിൽ വന്നത് ഞങ്ങൾ കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞങ്ങളൊരു കേഡർ പ്രസ്ഥാനമല്ലേ, ഞങ്ങളൊരു ആശയത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സത്യസന്ധരായിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. മാത്രമല്ല ഈ പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജീവിതം കൊടുത്ത സത്യസന്ധരായ ധാരാളം ധാർമ്മിക താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് MLA സ്ഥാനം കൂടി ജയരാജൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. താങ്കൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ CR-ന് അത് സംശയമുണ്ട്. ആം ആദ്മി പാർട്ടി പറഞ്ഞതുപോലെ MLA സ്ഥാനവും കൂടി രാജിവെക്കണം. താങ്കൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ MLA സ്ഥാനം മാത്രം പോരാന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ അഴിമതിക്കാർ പാർട്ടിയുടെ ചുമതലയിൽ ഇരിക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ, കാരണം അഴിമതി നടത്തുന്ന ആളുകൾ പാർട്ടിയുടെ പൊസിഷനിൽ ഇരുന്നാൽ ആ പൊസിഷനിലിരിക്കുന്ന ആളുകൾ ഏത് മേഖലയിൽ വന്നാലും അഴിമതി നടത്തും. അപ്പൊ ഇവിടെ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ ശുദ്ധീകരിക്കണം എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ, അഴിമതി നടത്തുന്ന ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ പാടില്ല. ഇത് ആം ആദ്മിയുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു. ഞാൻ പറയാൻ കാരണം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ സ്പീച്ച് കേട്ടില്ല. അല്ല ഗോപാലകൃഷ്ണൻ സാർ, നമ്മൾ ആ മുദ്രാവാക്യത്തിന് നമ്മൾ മാറ്റിയതല്ല. ആം ആദ്മിക്കാരനല്ലല്ലോ ജയരാജനും പിണറായി വിജയനും. നേരത്തെ ലാവ്ലിൻ വിഷയത്തിൽ വന്നപ്പോൾ വന്ന ഒരു കാര്യമാണ് വിജയകുമാർ ഓർമ്മിപ്പിച്ചത്. ലാവ്ലിൻ കേസ് വന്നപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ് പറഞ്ഞത്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ലേ, അതുകൊണ്ടില്ല ഭരണഘടനാ സ്ഥാപനത്തിൽ അഴിമതി ചെയ്തവർ വരാൻ പാടില്ല എന്ന്. ഇത് എൻ്റെ നിലപാടല്ല ഗോപാലകൃഷ്ണൻ, CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ പറഞ്ഞ കാര്യമാണ്. ഇത് ശരിയല്ല എന്നാണ് എൻ്റെ അല്ല, അതിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അഴിമതി ഉണ്ടെന്ന് കേട്ടാൽ അന്ന് രാത്രിയാവും പോവും, പിന്നെ അന്വേഷണമൊക്കെ പിന്നത്തെ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അതില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ അഴിമതിയെ നേരിട്ടില്ലെങ്കിൽ ഞാൻ 100% അംഗീകരിക്കുന്നു. ഗോപാലകൃഷ്ണൻ്റെ BJP അഴിമതി മുക്തമാണെന്ന അഭിപ്രായത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ നിലപാടിനോട്, ഈ നിലപാട് അഴിമതി ചെയ്താൽ പാർട്ടി പൊസിഷനിലും ഇരിക്കാൻ പാടില്ല, ഭരണഘടനാ പൊസിഷനിലും ഇരിക്കാൻ പാടില്ല. കാരണം ജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യാനാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വിശ്വസ്തരാണ് എന്ന് ജനങ്ങൾക്ക് 100% ബോധ്യം വരണം. അതുകൊണ്ട് അഴിമതിക്കെതിരെ വിട്ടുവീഴ്ച എടുക്കാനേ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ചല്ല, ആ ന്യായം നമ്മൾ പറഞ്ഞിട്ടൊന്നും കോൺഗ്രസിൻ്റെ അടുത്തോ BJPയുടെ അടുത്തോ CPMൻ്റെ അടുത്തോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതവർ സ്വീകരിച്ചോളുന്നില്ല. അവർ തന്നെ പറഞ്ഞ ന്യായത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അവർ പറഞ്ഞ ന്യായത്തിന് പോലും BJP അതിൽ നിന്ന് വ്യത്യസ്തമാണ്. BJP കൃത്യമായിട്ട് ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അത്തരം ആളുകളെ. അല്ല, അതൊക്കെ നമുക്ക് തർക്കിക്കാവുന്ന വിഷയമാണ്. അത് BJP സംഘടനാ പ്രവർത്തനത്തിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. അല്ല, കിരൺ റിജ്ജുവിന്റെ പേരിൽ ഇപ്പോഴും ആരോപണം നിൽക്കുക കേന്ദ്രമന്ത്രി.
പ്രധാനമന്ത്രിയുടെ പേരിൽ പോലും ആരോപണം വന്നിട്ടുണ്ട്. ആരോപണമില്ല. അങ്ങനെ ആരോപണമാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ MLA-മാരുടെ പേരിലും ആരോപണം. അല്ല അത് ആയിക്കോട്ടെ, ആം ആദ്മി അത് പറഞ്ഞില്ലല്ലോ. അത് മുഴുവൻ ഉണ്ട്. അല്ല, ആം ആദ്മി ആരൊഴിവാക്കി? ആം ആദ്മിയുടെ മന്ത്രിമാരെ ഒഴിവാക്കി, നിങ്ങളുടെ പോലീസ് ഇതെല്ലാം ചെയ്തു, അവരൊക്കെ വെറുതെ വിടുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞത് ഇൻകം ടാക്സിന്റെ രേഖകൾ വെച്ച് ഔദ്യോഗികമായി ഉന്നയിക്കപ്പെട്ട രേഖകൾക്ക് പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. കിരൺ റിജ്ജു ഇപ്പോഴും മന്ത്രിയാണ്. വ്യാപം കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. അഴിമതിയോടുള്ള പൊതു രാഷ്ട്രീയ സമീപനം ഇപ്പോഴും കുഴപ്പമാണ്. അതിൻ്റെ തെളിവാണ് ജയരാജൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വൈകിച്ചതിനെ കോടതി ഇടപെടേണ്ടി വന്നതിനെ നമ്മൾ എതിർക്കുന്നത്. അത്രേ ഇതിൽ പറയാൻ പറ്റും. ശ്രീ CR, അവസാനമായി ഇതിൽ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിൽ വിജിലൻസിന് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ സ്വാഭാവികമായും ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. മുഖ്യമന്ത്രി ഫയൽ കാണണമെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പോൾ ആന്റണി എഴുതി. പക്ഷേ മുഖ്യമന്ത്രി ഫയൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇനി മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി മുഖ്യമന്ത്രിക്ക് ഫയൽ കാണണമെന്ന് എഴുതിയതിന് കുറിപ്പിന് മുകളിൽ അത് വെട്ടി ഫയൽ കാണണ്ട എന്ന് EP ജയരാജൻ എഴുതിയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലുണ്ടല്ലോ ഇവിടെ, അത് മാറ്റണ്ടേ? തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിലുള്ള ഒരു സംശയത്തിൻ്റെ നിഴലാണ്. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ VD സതീശൻ ഞാൻ അതിനപ്പുറത്ത് അതിനേക്കാൾ തെളിവുള്ള ഒരു കാര്യം ഇവിടെയുണ്ട്. ഇത്രയും ദിവസം വൈകിച്ചതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇതറിഞ്ഞില്ല എന്ന വാദത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. മുഖ്യമന്ത്രി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. ഇനി ടെക്നിക്കലായൊരു പ്രശ്നം, മുഖ്യമന്ത്രിക്കെതിരെ വെച്ചാൽ വിജിലൻസ് അടക്കമുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു ADGPക്ക് അന്വേഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. അവിടെയാണ് വീണ്ടും നിയമത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ ചോദ്യം വരുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഒന്നുകിൽ ഇത് റാറ്റിഫൈ ചെയ്യണം. മുഖ്യമന്ത്രി റാറ്റിഫൈ ചെയ്താൽ അദ്ദേഹത്തിന് തുടരാം. റാറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് അന്വേഷണം പോകണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ശ്രീ PM സുരേഷ് ബാബു, ചുരുങ്ങിയ വാക്കുകളിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ബാർ കോഴ കേസിൽ KM മാണിക്കെതിരെ നടത്തിയ അന്വേഷണത്തിന് സമാനമായ അല്ലെങ്കിൽ ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇനി ഇതിൽ എത്ര ചുവട് മുന്നോട്ട് പോകാൻ കഴിയും? ഇനി അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും? ഇപ്പോൾ കാര്യങ്ങൾ ശരിയാണ്. EP ജയരാജൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം നിയമനം നടത്തി, അതിൽ ചട്ടങ്ങൾ ലംഘിച്ചു. പക്ഷേ ഇനി കൂടുതൽ അന്വേഷിക്കണമെന്ന് വിജിലൻസ് എഴുതിയിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് നമുക്കറിയില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമാണ്, FIR-ലെല്ലാം ഉണ്ട്, രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ ഒരു പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ഉൾപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നതായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പറ്റുമോ ഈ വിജിലൻസിന്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മാണിക്കെതിരെ അന്വേഷണം നടത്താൻ, മന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ ഏതെങ്കിലും ഒരു സാധാരണ DYSPക്ക് പറ്റുമോ എന്ന് അന്ന് പ്രതിപക്ഷം ചോദിച്ച ചോദ്യം ഇന്ന് പ്രതിപക്ഷം വീണ്ടും ചോദിക്കേണ്ടി വരും. ഇതിനകത്ത് കൂടുതൽ അന്വേഷണം വേണമെന്ന് പറയാൻ്റെ ഒരു കാരണം, ഇതിനകത്ത് ശ്രീ വിജയകുമാർ 120B ഉണ്ട്. ഗൂഢാലോചന എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, കോൺസ്പിറസി. 120Bയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ഫ്രം റൂട്ട് ടു ദ ഫ്രൂട്ട് എന്നാണ് സുപ്രീം കോടതി 1950 പറഞ്ഞിട്ടുള്ള വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോൺസ്പിറസി ഹാസ് ടു ബി പ്രൂവ്ഡ് ഫ്രം റൂട്ട് ടു ദ ഫ്രൂട്ട്. അതിൻ്റെ ഇടയിൽ ലിങ്കിൽ വ്യത്യാസം വരാൻ പാടില്ല. ആ ലിങ്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 120B പിന്നെ നിൽക്കില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടി അത് പോയേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഈ കേസ് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. 120B കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് വളരെ വിശദമായ അന്വേഷണം വേണം എന്ന വിജിലൻസിന്റെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക വ്യക്തിപരമായി ഞാൻ വെക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ഇപ്പോൾ ഈ തരുണത്തിൽ അത് പുറത്ത് ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിജയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി പരിഗണനയിൽ എന്തായാലും കൂടുതൽ അന്വേഷണം വേണമെന്ന് വിജിലൻസ് എഴുതിയതിന് പിന്നിൽ ഇവിടെ കൊണ്ട് ഇത് അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ അത് മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം മുഖ്യമന്ത്രിയാണ് ഇതിൽ പ്രതിപരാൻ സാധ്യതയുള്ളതെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ രാഷ്ട്രീയമായി മുന്നണിക്ക് കഴിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പൊതുപ്രവർത്തകർക്കോ ഇടപെടാൻ കഴിയുന്ന ഒരു ഓപ്പൺ ഫീൽഡായി ഇത് നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബാർ കോഴ കേസിനെ അനുസ്മരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.